സാബുചേട്ടന്റെ മുഖത്തായാലും ഞാൻ അനീഷ് സാബുമോൻ്റെ നേരെ വിരൽ ചൂണ്ടി സാബുവിനെ വിരട്ടുന്നത് പോലെയാണ് സാബുവിനെ തിരിച്ച് റോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് സാബുവിന് കൊടുത്ത ഒരു ടാസ്ക് ആയിരുന്നു സാബു വീട്ടുകാരെ റോസ്റ്റ് ചെയ്യുക, തിരിച്ച് വീട്ടുകാരെ സാബുവിനെ റോസ്റ്റ് ചെയ്യും. അപ്പോൾ സാബു അനീഷിനെ പറ്റി കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു. അനീഷ് ഒരു വിക്ടിം കാർഡ് ഇറക്കുകയാണ്, അനീഷും ഒരു സാധാരണക്കാരനൊന്നുമല്ല, അനീഷ് ഒരു മീഡിയ പേഴ്സണൊക്കെയാണ്, എന്നിട്ട് പോലും സാധാരണക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് വിക്ടിം കാർഡ് ഇറക്കുന്നു. ഇങ്ങനെ അനീഷിനെ പറ്റി കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞ് സാബുവൻ റോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിനെല്ലാം ഒരു മറുപടി ആയിട്ട് ഇതെല്ലാം അവിടെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് സാബുവിനെ തിരിച്ച് റോസ്റ്റ് ചെയ്യുകയാണ് അനീഷ്. സാബുവിനെ പക്ഷേ തിരിച്ച് റോസ്റ്റ് ചെയ്യുകയല്ല, സാബുവിനെ അങ്ങ് ആക്രമിക്കുകയാണ്. കുറച്ച് ഓവറായി പോയി എന്ന് എനിക്ക് തോന്നി. അനീഷിൻ്റെ ഒരു ഗെയിം ആയിരിക്കാം, പക്ഷെ അവിടെ വന്ന ഗസ്റ്റിന് എതിരെ അത്രയും റേസായിട്ട് സംസാരിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യചിഹ്നമുണ്ട്. വളരെയധികം ശക്തമായിട്ട് കൈ ചൂണ്ടി, ഞാൻ തോക്ക് ചൂണ്ടി സംസാരിക്കുന്നത് പോലെ ഞാൻ സാബുണ്ണനാണെങ്കിലും സാബുണ്ണൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിരിക്കും, സാബുണ്ണൻ്റെ മുഖത്ത് ചോക്ക് ചൂണ്ടി സംസാരിക്കുന്നത് പോലെ തന്നെ ഞാൻ സംസാരിക്കും, എനിക്ക് പറയാനുള്ളത് ഞാൻ എവിടെയാണെങ്കിലും മുഖത്ത് നോക്കി തുറന്നടിച്ച് ഞാൻ പറയുമെന്നൊക്കെ വളരെ ഡ്രാമാറ്റിക്കായിട്ട് സാബുവാനോട് എന്തോ ദേഷ്യം തീർക്കാനുള്ളത് പോലെയാണ് ആ സാബുവാനോട് തിരിച്ച് റോസ്റ്റ് ചെയ്തത് അനീഷ്. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യകത അവിടെ ഉണ്ടായിരുന്നില്ല. സാബുവാൻ വളരെ ഡീസൻ്റായിട്ട് എന്നാൽ പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്തു, എന്നാൽ അധികം റോസ്റ്റ് ചെയ്യേണ്ട, അവരെ അപമാനിക്കേണ്ട എന്നുള്ള രീതി തന്നെയാണ് സാബുമോൻ അവിടെ ബാക്കിയുള്ള എല്ലാവരും തന്നെ റോസ്റ്റ് ചെയ്തത്. പക്ഷേ അനീഷ് ഇച്ചിരി കൂടി പോയി എന്നൊരു സംശയമുണ്ട്. അത് കഴിഞ്ഞ് സാബുവാൻ തന്നെ അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തിനടാ ഇങ്ങനെ ഡ്രമാറ്റിക്കായിട്ട് നീ തോക്കൊക്കെ ഞാൻ ചൂണ്ടും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചത്, അതൊന്ന് പറഞ്ഞ് എന്നെ ട്രിഗറാക്കാമെന്നും വിചാരിക്കുകയൊന്നും വേണ്ട, ഞാനങ്ങനെ ട്രിഗറാകുന്ന ആളൊന്നും അല്ല എന്നും അനീഷിൻ്റെ അടുത്ത് സാബുവൻ പറയുന്നുണ്ട്. പക്ഷേ ഇത് പറഞ്ഞപ്പോഴും ഞാൻ അങ്ങനത്തെ ഒരാളാണ് എന്നാണ് അനീഷ് തിരിച്ച് മറുപടി പറയുന്നത്. സാബുമോൻ പോകുന്നതിന് മുൻപേ അനീഷും സാബുവനും തമ്മിലുള്ള ഒരു അടി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ ഗസ്റ്റായിട്ട് സാബുവും വന്നുകൊണ്ട് അങ്ങനെ ഒരു അടി ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഒരു കണ്ടസ്റ്റൻ്റ് എങ്ങാനും ആയിരുന്നെങ്കിൽ സാബുവിന് ഇപ്പോൾ അനീഷിനെ വെച്ചേക്കില്ലായിരുന്നു. കണ്ടു തന്നെ അറിയാം. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.